ഹായ്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യ തന്റെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ചരിത്ര മുഹൂർത്തം. ചുവപ്പുകോട്ടയിലും നമ്മുടെ തെരുവുകളിലും സ്കൂളുകളിലുമൊക്കെ ത്രിവർണ്ണ പതാക പാറിപ്പറക്കുകയാണ്. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയമിടിപ്പിൽ ആ മൂവർണ്ണക്കൊടി ഒരു വികാരമായി മാറുന്ന ദിവസം. പക്ഷേ ഈ ശുഭദിനത്തില് നമ്മൾ ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട ചില നിർണായകമായ ചോദ്യങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം? ഒരു വിദേശ ശക്തിയുടെ ഭരണം അവസാനിച്ചു എന്ന് മാത്രമാണോ അത്? അതോ ഓരോ പൗരനും തന്റെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും അതീതമായി തുല്യതയോടെ ഭയമില്ലാതെ ജീവിക്കാൻ ഭരണഘടന നൽകുന്ന അവകാശമാണോ? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഈ കാണുന്ന ഇന്നിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ എന്ന നമ്മുടെ ആശയത്തിന്റെ നെടുന്തൂടായ മതേതരത്വം, സെർക്കുലറിസം എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വെറുമൊരു ആഘോഷ വാക്കുകളല്ല, ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട, ചിന്തിക്കേണ്ട ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ മാത്രം പോരാട്ടം കൊണ്ടല്ല. ഭഗത് സിംഗും അഷ്റഫുള്ള ഖാനും ഒരുമിച്ച് തൂക്കുമരത്തിലേക്ക് നടന്നു കയറിയ മണ്ണാണിത്. മഹാത്മാഗാന്ധി അഹിംസയുടെ പാതയിൽ കോടിക്കണക്കിന് മനുഷ്യരെ ഒന്നിപ്പിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് ഫൗജിൽ ക്രിസ്ത്യാനിയെയും മുസ്ലിമാനെയും ഹിന്ദുവിനെയും സിഖിനെയും ഒരുമിച്ച് അണിനിരത്തി. മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും റാണി ലക്ഷ്മിബായിയും ടിപ്പു സുൽത്താനും വേലുത്തമ്പി ദളവയും ഓരോ കോണിൽ നിന്നും രക്തം ചിന്തിയത് ഒന്നിച്ചു നിന്ന ജനതയ്ക്ക് വേണ്ടിയാണ്. ബ്രിട്ടീഷുകാർ നമ്മെ ഭരിച്ചുകൊണ്ടിരുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒറ്റ തന്ത്രം കൊണ്ടായിരുന്നു. അവർ നമ്മുടെ ജാതിയെയും മതത്തെയും എല്ലാം ചൂഷണം ചെയ്തു. പക്ഷെ അതിനെല്ലാം മുകളിൽ നാം ഇന്ത്യക്കാരെന്ന ഒറ്റ വികാരം അണിനിരന്നപ്പോഴാണ് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അഹങ്കാരം ഈ മണ്ണിൽ തകർന്നടിഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ബാബാ സാഹിബ് അംബേദ്കറുടെ നേതൃത്വത്തിൽ നാം സൃഷ്ടിച്ച ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സംരക്ഷകൻ എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് തന്നെ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യൻ മതേതരത്വം എന്നാൽ മതമില്ലായ്മ എന്നല്ല, മറിച്ച് സർവധർമ്മ സമഭാവനയാണ്. ഓരോ പൗരനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഭരണഘടന തുല്യമായ അവകാശം നൽകുന്നുണ്ട്. ഭരണകൂടത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. രാജ്യത്തിന് മേലിൽ ഓരോ മതക്കാരനും തുല്യരാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിലെ ഒരു വാചകം മാത്രമല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത വേഷങ്ങൾ, വ്യത്യസ്ത ഭക്ഷണ രീതികൾ, വ്യത്യസ്ത ആചാരങ്ങൾ ഇവയൊക്കെ അടങ്ങുന്ന 140 കോടി ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് ഈ മതേതരത്വ ചട്ടക്കൂട് കൊണ്ട് തന്നെയാണ്. ഇനി ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് വരാം. ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം, പട്ടിണി, സാമ്പത്തിക വളർച്ച ഇവയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന മതവികാരങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും മുന്നിലേക്ക് വരുന്നു. സോഷ്യൽ മീഡിയയിൽ വിദ്വേഷം പെരുകുന്ന വ്യാജ വാർത്തകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെ വിത്ത് പാകുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യ നിലനിൽപ്പിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷുകാർ അന്ന് പയറ്റിയ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് മറ്റൊരു രൂപത്തിൽ ചിലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുക എന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കലല്ല, മറിച്ച് ഇന്ത്യ എന്ന അടിസ്ഥാന ആശയത്തെ സംരക്ഷിക്കാനുള്ള പൗരധർമ്മമാണ്. നമ്മുടെ യുവതലമുറയോട് ചർച്ച ചെയ്യേണ്ടത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും ഒക്കെയാണ്. അല്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് തെരുവിൽ ശത്രുത ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല. സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ആഗസ്റ്റ് 15 പതാക ഉയർത്തി മധുരം കഴിച്ച് വൈകുന്നേരം മറന്നു പോകേണ്ട ഒരു കാര്യമല്ല. ഒരു കർഷകൻ തന്റെ മണ്ണിൽ വിയർപ്പൊഴുക്കി, ഒരു പട്ടാളക്കാരൻ അതിർത്തിയിൽ മഞ്ഞിലും വെയിലിലും കാവൽ നിന്ന്, ഒരു അധ്യാപകൻ പുതിയൊരു തലമുറയെ നേരായ മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ, അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ സ്വാതന്ത്ര്യത്തെയും നിയമത്തെയും വിശ്വസിക്കുമ്പോൾ അവിടെയെല്ലാം സ്വാതന്ത്ര്യം എന്ന വാക്ക് അർത്ഥവത്താകുന്നു. നമ്മുടെ ഒരു അയൽക്കാരൻ ഏത് ദൈവത്തെ വിളിക്കുന്നു, അവൻ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിലല്ല, അവൻ ഭാരതീയനാണ്, അവൻ എന്റെ സഹോദരനാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ ദേശസ്നേഹം പിറവിയെടുക്കുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കൂടി ബഹുമാനിക്കലാണ്. എതിരഭിപ്രായങ്ങളെ കേൾക്കാനുള്ള ജനാധിപത്യ സഹിഷ്ണുതയാണ്. നമ്മുടെ പൂർവികർ ജീവൻ നൽകി നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഒറ്റ മനസ്സോടെ പ്രതിജ്ഞ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിദ്വേഷ പ്രചാരണങ്ങൾക്ക് നാം ഒരിക്കലും ഇടം നൽകില്ല. അതുപോലെ തന്നെ ഭരണഘടന നൽകുന്ന മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കും. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് മുകളിൽ മനുഷ്യത്വത്തിന്റെയും ഒരുമയുടെയും ശബ്ദമായി മാറും. ഇന്ത്യ നമ്മുടേതാണ്, നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. നിങ്ങൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഓക്കെ, താങ്ക് യു.